ഹലോ, ജൂൺ 19 വായനാ ദിനമാണ്. ഇതിനോടനുബന്ധിച്ച് സ്കൂളിലേക്ക് ഒരു അക്ഷരമരം നിർമ്മിക്കുന്നു. അതിനുവേണ്ടി മക്കൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഒരു ഇല ഷേപ്പിൽ കടലാസ് വെട്ടിയെടുത്ത് എഴുതിക്കൊണ്ട് ചെല്ലാനാണ് ടീച്ചർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനായി ഇതുപോലെ ഇലയൊന്ന് വരച്ച് വെട്ടിയെടുത്ത് അറ്റത്തുകൂടി ഇങ്ങനെ മാർക്കർ വരച്ച് ഒരു ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ അവർ പഠിച്ചിട്ടുള്ള ഓരോ അക്ഷരങ്ങൾ ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് എഴുതി കൊടുത്തു. ഇതെൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനും അതിൽ പങ്കാളിയാവണമല്ലോ. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ഇതേ ഷേപ്പിൽ വെട്ടിയൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് വരച്ചൊന്ന് നോക്കട്ടെ. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അവനും ഇതൊക്കെ അറിയണ്ടേ. ഇതുപോലുള്ള വർക്കുകൾ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, മക്കൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് അവനെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഫാമിലി, ആ തീമിൽ അവർക്കൊരു വീടാണ് വരയ്ക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വീട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ ഞാൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് വീട്, അതുപോലെ തന്നെ അവനെ കൊണ്ടും വരപ്പിച്ചു. അതാണ് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിരുന്നത്. പക്ഷേ കുട്ടികളുടെ എല്ലാവരുടെയും അമ്മമാരാണ് ചെയ്തു കൊടുത്തിരുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവൻ വീട്ടിൽ വന്ന് നല്ല ബഹളമായിരുന്നു. അന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്കൂളിലെ വർക്കൊക്കെ നിങ്ങൾക്കാണ് ചെയ്യാനുള്ളത്, അമ്മമാർക്കല്ല. അമ്മമാരതിൽ സഹായിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് തന്നെ ഇതൊക്കെ വെട്ടി ഭംഗിയാക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും അവനത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും അവനും അതിൽ പങ്കാളിയായല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. അവനും അത് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ കാർട്ടൂൺ കാണുന്ന സമയവും കളിച്ച് നടക്കേണ്ട സമയം അവനിത് നന്നായി തന്നെ എൻജോയ് ചെയ്തു. ഞാൻ വെട്ടിയെടുത്ത കഷ്ണങ്ങളിൽ തന്നെയാണ് അവന് എഴുതുന്നത്. എന്നാലും അവനും കൂടി അത് വെട്ടി തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം അവനും ഉണ്ട്, എനിക്കും. ഓരോരോ അക്ഷരങ്ങളായിട്ട് എഴുതാൻ അവന് ഭയങ്കര ഉത്സാഹമായിരുന്നു. വളരെ ശ്രദ്ധിച്ചാണ് അവനിത് എഴുതുന്നത്. മാർക്കറൊക്കെ പിടിക്കാൻ എൻ്റെ കുഞ്ഞിന് അറിയില്ലെങ്കിലും അവൻ അവൻ്റെ രീതിയിൽ പിടിച്ച് നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. ഇതെല്ലാം ഒരു തുടക്കമാണല്ലോ. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. ഓരോന്നോരോന്നായി എൻ്റെ കുഞ്ഞ് പഠിക്കട്ടെ. ഓരോ കുട്ടികളും ഓരോ അക്ഷരം വീതം കൊണ്ടുവന്നാൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞിരുന്നെങ്കിലും ഞാനത് കുറച്ചധികം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അവനും അത് ഭയങ്കര സന്തോഷമായിരുന്നു. മരം ടീച്ചർ ഉണ്ടാക്കി അതിൽ ഓരോ ഇലകളായിട്ട് ഒട്ടിച്ചു എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അവനക്കത് ഭയങ്കര സന്തോഷമായി. ഏതോ ഒരു കുട്ടി ഇത് കൊണ്ടുവന്നില്ല എന്നും അവൻ്റേത് ആ കുട്ടിയെ കൊടുത്തുവെന്നും അവൻ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്.